ഞാൻ ഏതായാലും പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ച സ്കൂള് ഒന്ന് പരിചയപ്പെട്ടു. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പുത്രക്കുളം ഭാഗത്താണ് നൈറ്റ് ക്യാമ്പിങ് ചെയ്യാൻ പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ പള്ളത്തിറക്ക് എത്താറായി. ഞാൻ ഇപ്പോൾ പള്ളത്തിറക്കത്തേക്ക് എത്തിയിട്ട് ഇപ്പം നമുക്ക് പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ഒരു നേന്ത്രപ്പഴം നെയ്ത് നമുക്ക് വൈകിട്ടത്തെ ചായക്കൊരു സ്പെഷ്യലാക്കാം. ചേച്ചി പിന്നെ എങ്ങനെ കച്ചവടമെല്ലാം ഉണ്ടോ? ഉണ്ടല്ലോ. ഇവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പത്തിന് നേന്ത്രപ്പഴത്തിന് ഭയങ്കര വില കൂടിയിട്ടുണ്ട്. അപ്പോൾ 85 ഉറുപ്പോളം ഉണ്ട് ഇപ്പം. അപ്പം അതിനെ കുറച്ച് ഞാൻ വാങ്ങിയിട്ട് ഇപ്പം നോക്കാം. ഇപ്പോൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പിന്നെ ഒരു അമൂല്യൻ്റെ പാക്കറ്റ് ഉണ്ടോ? 10-ൻ്റെ അമൂല്യൻ്റെ പൗഡർ. അപ്പോൾ ഒരു അമൂല്യൻ്റെ പൗഡർ കൂടി നമുക്ക്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അറിയാം, ഞാൻ പഠിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, പഠിച്ച ഈ സ്കൂള് മദ്രസ് എല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഞാൻ കാണിക്കുന്നത് എന്താ പറയുക, ഞാൻ പഠിച്ച മദ്രസാണ്. എന്താ എന്താക്കുന്നത് പണിയിലുണ്ടോ? അവിടെ കാടെല്ലാം ക്ലീൻ ആക്കുന്ന തിരക്കിലാണ്. ഫുള്ള് കാട് കയറിന വീടല്ല. ഇതാ ഇങ്ങനത്തെ അവസ്ഥ ഇനിയുടെ നമുക്ക് ഇതിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ ബാല്യകാലമായിട്ടുള്ള ചെറിയ ഓർമ്മകളാണ് ഇത്. കാട് കെട്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം അവസ്ഥ. ഞാൻ പഠിച്ചപ്പോൾ പോകണമെങ്കിന്നെ പണിയുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് പോയിട്ട് എടുക്കാനുള്ള വന്നല്ലേ, പ്രശ്നമല്ല, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര പുല്ല് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ഞാൻ പഠിച്ച മദ്രസ്. ഈ മദ്രസിലാണ് ഞാൻ പഠിച്ചത്. ഈ ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നിട്ട് പഠിച്ചത്. അപ്പോൾ എങ്ങനെ പിന്നെ ഞാൻ വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചല്ല, പിന്നെ ഒരു 9ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളുടെ മുകളിലുണ്ട്. കാണിച്ചു തരാം. ഇതെല്ലാം ഇപ്പോൾ പോയിപ്പോയി. ഇതിലിപ്പോൾ മദ്രസ കാര്യങ്ങളെല്ലാം എല്ലാം കുമ്പിച്ചിട്ട് പോയതാ. മദ്രസ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ട് അല്ലടാ, പുതിയതായിട്ടുണ്ട്. നീ മദ്രസയിൽ പോകുന്നുണ്ടോ? ഇടത്താനല്ലേ. അപ്പോൾ നമ്മളെ യോനെ ഇപ്പോൾ പുതിയ മദ്രസ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആടെയൊന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ പള്ളീൻ്റെ ഒക്കെ ആയിട്ട്. എൻ്റെ പേരെന്ത്? മുഹമ്മദ് അല്ലേ. ഏടാ ഇടന്നെയാ? അപ്പോൾ ഞാൻ കോട്ടസില്ല. സ്വന്തം സ്ഥലം ഇടന്നെയാ വന്നെയാ ഇടന്നെ അല്ലേ. ആയിടപ്പോൾ അപ്പം അങ്ങനത്തെ എല്ലാം നമ്മുടെ അവസ്ഥകളാണ്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ടുണ്ടല്ലോ, പിന്നെ സ്കൂളൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1ാം ക്ലാസ് ഞാൻ പഠിച്ച സ്കൂൾ പറ്റിയെടുക്കുവാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പള്ളത്തിറക്കെന്ന് പറയും. അപ്പോൾ അതിനോട് കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾ കമൻറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പുത്രോളം പോയിട്ട് നല്ലൊരു വീഡിയോ ചെയ്തുകൂടെ, അവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട് പിന്നെ ആ ഭാഗത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇങ്ങനെ നോക്കിയിട്ട് പോയില്ല, അങ്ങനെയല്ലോ, അത്രത്തോളം കാട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും പിന്നെ ഞാൻ പോയിട്ട് ആ പുത്രകുളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഞാൻ പോകും. അവിടെ നല്ലൊരു സ്പോട്ടാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, നമുക്കത് ഞാൻ ആ ഭാഗത്തുനിന്ന് മുമ്പേ പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്ത് പോയിട്ട് നല്ല സ്പോട്ടാണെങ്കിൽ നമുക്കവിടെ നെറ്റ് സ്റ്റേ ചെയ്യാം. പിന്നെ പോയപാട് നമുക്കൊരു ചായ ഉണ്ടാക്കണം, പിന്നെ ഒരു പഴംപൊരിയ കാര്യങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലാക്കാം. പിന്നെ ഇതാപ്പം ആ മുകളിൽ കാണുന്നില്ലേ, അതാണ് സ്കൂള്. നമുക്ക് പറ്റുമെങ്കിൽ ആ ഭാഗത്ത് കൂടിയിട്ടൊന്ന് കയറിയിട്ട് വരാം അല്ലേ. എന്താ പറയുന്നത്, ഇപ്പം സ്കൂൾ വിട്ടില്ലേ? സ്കൂളെല്ലാം വിട്ട് ഇതിലട്ട വയ്യണ്ട, ഇതിലപ്പുറത്തെ തന്നെ പോകണം അല്ലേ. കാട് കെട്ടിയിട്ട് അറിയുന്നില്ല, അറിയുന്നില്ല ഇതിൽ പോകേണ്ടത്. അങ്ങനത്തെ ഒരവസ്ഥയിലുണ്ട്. പിന്നെ ഇപ്പം നേരെ എന്താക്കുന്നില്ലെങ്കിലേ സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ പോയിട്ട് അടുത്ത കാഴ്ചകളും കാര്യങ്ങളും ചെറുതായിട്ട് നമുക്ക് നോക്കിയിട്ട് നേരെ അതേ റൂട്ടായിട്ടുണ്ട്, നമുക്ക് നേരെ പോകാൻ അങ്ങോട്ട് കയറി. ഞാൻ പഠിച്ച സ്കൂളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ വന്നത്. UP സ്കൂൾ പള്ളതിർക്ക ഉണ്ടോ? പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് സ്റ്റെയർ കയറോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പിള്ളേരിപ്പോൾ ഉണ്ട്, ഇപ്പോൾ കളിക്കുന്ന കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ആരും നല്ല, അപ്പോൾ ടീച്ചറാ എന്നല്ല നോക്കുന്നുണ്ട്. ജസ്റ്റ് ഏതായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫുള്ള്.
പിന്നെ സ്കൂളൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ പഠിച്ച സ്കൂള് ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഞാൻ ബ്ലോഗറാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇത് കന്നഡമല്ലേ? ഇത് കന്നഡം. അപ്പം ഇത് കന്നഡമാണ്. ഞാൻ പഠിച്ചത് ആ ഭാഗത്ത്. ഏതായാലും വന്നതിന് നമുക്ക് ഞാൻ അതുവരെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറേ പിള്ളേർ ഒന്നിച്ചിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവിടെ 8:50 എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ പ്യൂണായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം അയാൾക്കിപ്പോൾ വയസ്സായി. അയാളെ മോനാണ് ഇപ്പം ഉണ്ട്. അപ്പോൾ ഹായ്, ഞാനൊരു ബ്ലോഗിങ്ങിൻ്റെ വന്നേ. ഞാൻ എൻ്റെ സ്കൂളല്ലെന്ന് പരിചയപ്പെടുത്താലിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇയാളെ മുമ്പ് പ്യൂണായിട്ടുണ്ട്. അയാളെ മകനാണ്. അപ്പം നിങ്ങൾ പേരൊക്കെ പറഞ്ഞത് മോഹൻ. അപ്പൊ അച്ഛൻ കുഞ്ഞപ്പൻ. അപ്പൊ ഇയാളെ അച്ഛനാണ് ഞാൻ പഠിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇയാള് നിങ്ങൾ പേര് കുറയാ ഈടപ്പോ 20 വർഷം. അപ്പൊ ഞാൻ ബ്ലോഗിൽ എന്നോട് പറഞ്ഞു സ്കൂള് കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കണം. അപ്പൊ ഇതാണ് ഞാൻ പഠിച്ച ഈ മലയാളം സബ്ജക്റ്റുള്ള സ്കൂള്. കണ്ടാ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇതാ പിള്ളേരെല്ലാം ഒന്നാകെ കൂടിയിട്ടുണ്ട്. കണ്ടാ ഇത്രയുള്ള പിള്ളേര്. അപ്പൊ പിള്ളേരിലിപ്പൊ പോയി. അപ്പൊ ഞാൻ വരുമ്പോ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ അവിടെ മുണ്ടിട്ട് ബാക്കി അതാ പ്രശ്നം. അവിടെ കുറെ ആൾ വന്ന് അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ പോയിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പിന്നെയും കൂടി നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വന്ന് വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം കാര്യങ്ങളെല്ലാം. പിള്ളേരാണെങ്കിലും അതെ, പിന്നെ അതുപോലെ മുതിർന്നവരാണെങ്കിലും നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഒട്ടും സമയങ്ങളുണ്ട്, നമുക്ക് നേരെ ആ സ്പോട്ടിലേക്ക് പോവാം. നമ്മ നൈറ്റ് സ്റ്റേന്റെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പൊ ഓക്കെ, വെൽക്കം. ഞാൻ പോയിക്കോട്ടെ. ഓ ബ്രോ മൈ ട്രാവൽ ക്യാമ്പിങ്. മൈ ട്രാവൽ ക്യാമ്പിങ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് നേപ്പാൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ്. അപ്പോൾ മൈ ട്രാവൽ ക്യാമ്പിങ് അടിച്ചു നോക്ക് പോകണമെങ്കിൽ. ഓക്കെ, അപ്പോൾ പിള്ളേർക്കെല്ലാം വളരെ സന്തോഷമായിട്ടുണ്ട് വന്നതിൽ. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. ടീച്ചേഴ്സ് ഒന്നും എന്നെ പഠിപ്പിച്ച ടീച്ചർ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ കണ്ടില്ല. ഇപ്പൊ പുതിയ ഒന്ന് രണ്ട് ടീച്ചർ അവിടെ കണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത സ്കൂളിൽ വേറെയാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചിരുന്നു. ടീച്ചറെ പോയിക്കോട്ടെ. മൈ ട്രാവൽ ക്യാമ്പിങ്. ശരി ഡോക്ടർ, ബൈ, സീ യു. പിന്നെ ഇതവിടെ സ്കൂൾ ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഉണ്ടോ? അപ്പം എല്ലാവരും നമ്മൾ പിന്നെ വിഷ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാം അറിയുന്ന ആൾക്കാരാണ് അങ്ങനത്തെ. അപ്പോൾ ഇവിടെ പിന്നെ മുമ്പ് ഉണ്ടായ ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, ഹെഡ് മാസ്റ്ററെ പോലെയാണ് ആ കാണുന്നത്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ, അപ്പോൾ ഇവിടുത്തെ മുമ്പത്തെ ഹെഡ് മാസ്റ്റർ വീടാണത്. ഞാനിപ്പോൾ സ്കൂളെല്ലാം കണ്ട് നമുക്ക് മുമ്പോട്ടുള്ള റോഡിലൂടെ ഞാൻ നേരെ മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് തന്നെ പോയെങ്കിൽ ആ പുത്രകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പോകുന്ന വഴിയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചോദിച്ചിട്ട് നമുക്ക് കൺഫേം ആക്കിയതിന് ശേഷം പോവാം. ഇപ്പം ഞാൻ നേരെ അതേ റൂട്ടിൽ പോകുന്നുണ്ട്, സ്കൂളിൻ്റെ മുകളിലൂടെ കയറി തന്നെ. രണ്ടര കിലോമീറ്റർ ഉണ്ട് മുകളിൽ പോകണം അല്ലേ? അവിടെ നല്ല വീഡിയോയിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ശരി, അത് നല്ല സ്ഥലമാണ്. ആയോ? അപ്പൊ അയാൾ പറഞ്ഞു വരുന്നത് അപ്പൊ നല്ലൊരു സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം എവിടെ അറിയാം? കോരിക്കാർ എന്ന് പറയുക. നോക്കിയതാ ബോർഡ് ഉണ്ടതാ, കോരിക്കാർ. അപ്പൊ നമുക്ക് ഏതായാലും മുമ്പോട്ട് തന്നെ പോവാം. വെള്ളം പോട്ടുക, വെള്ളം പോട്ട് എന്ത് സ്ഥലം ഇപ്പൊ അത്? എനിക്ക് തോന്നുന്നത് വെള്ളം പോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? വെള്ളം പോട്ട് എന്ന് പറഞ്ഞ സ്ഥലം അത്. ചിലപ്പോ ഈ തുള്ളൂല മറ്റേതായിരിക്കും.
ബെൽജിയം ഭാഗത്തെല്ലാം പോയില്ല. ആ പോയിട്ട് നമുക്ക് ഉണ്ടായ ഒരു ഓർമ്മയാണ് കീഴിൽ കയറുന്നത്. അത്ര വലിയ മുട്ട് കയറ്റാണ് കയറിയത്. അപ്പോൾ കുറേ കയറ്റം കയറിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും വരുന്ന വഴിയിൽ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കയറ്റല്ലേ. ഇവിടെ കുറച്ച് തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് ഒരു മലന്റെ മുകളിലേക്ക് കയറിയ പോലെ ഉണ്ട്. അപ്പൊ ഞമ്മക്കിതാ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും നേരെ ഇങ്ങോട്ട് പോവാം. ഞാൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഹൈസ്കൂളിൽ പോയിട്ട് ആ പിള്ളേരായൊരു ഇതെല്ലാം ഭയങ്കര നല്ലൊരു ഇൻട്രസ്റ്റ് ആയി. പിള്ളേരെ കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ചെറുപ്പത്തിൽ നമ്മ ഇങ്ങനെ എന്തും കാണുമ്പോൾ ഇങ്ങനെ ഓടിയിട്ട് അതിൻ്റെ കൂടെ കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അത് പിള്ളേർക്ക് പണ്ടത്തെ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പുത്തൂർകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മൾ കുറെ യാത്ര ചെയ്ത് അപ്പൊ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു സുഹൃത്തിനെയും കൂടി നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്ത് നിങ്ങളെ പേര് പറഞ്ഞ? അബ്ദുൽ കരീം. അപ്പോൾ ഇയാളെ വീട് തന്നെ. അപ്പോൾ ഇയാൾ പറഞ്ഞ് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കുന്നതിനായിട്ട് മുന്നേ ഞാൻ പരിചയപ്പെട്ടിന്. അപ്പോൾ അയാൾ പറഞ്ഞ ഇയാളെ പോരയുടെ അപ്പോൾ നമുക്ക് പുരക്ക് പോവാം, ഒരു ചായ എല്ലാം കുടിച്ചിട്ട് തരാം. ഞാൻ പറഞ്ഞു നമുക്ക് ഏടെ പോയെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെന്നില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇയാൾ ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് ഇയാളും കൂടി കൂട്ടിയിട്ട് പോവാം അല്ലേ? നിങ്ങളെ പോരയുടെ കുറെ പോകണ്ട. നമുക്ക് ഈ ജാഗ മുന്നൊന്ന് ഫസ്റ്റ് ഇല്ലേ, അത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇതൊന്ന് ചോദിച്ചിട്ടുണ്ടായിനി ഇയാളോട്. അപ്പോൾ ചോദിച്ചിട്ട് നമ്മൾക്ക് പിന്നെ അയാളും പറഞ്ഞു എന്തില്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാളും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അയാളോട് ഞാൻ ഇപ്പോൾ വരുന്നു, പിന്നെ ക്യാമറ എടുത്തിട്ട് വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഇച്ചാ അസ്സലാമു അലൈക്കും. പിന്നെ സുഖം? എങ്ങനെ കച്ചവടമല്ലോ പ്രായത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? അതന്നെ. അപ്പൊ എന്നോട് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്തില്ലെങ്കിൽ ഈ എന്നെ കമന്റിൽ പറഞ്ഞു പുത്രകുളത്തേക്ക് പോകണം, നീ അവിടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇട്ടോണ്ടുണ്ട്. എനിക്ക് ഈ പുത്രകുളം ഒന്നില്ലെങ്കിലേ അങ്ങോട്ട് അല്ലെ നല്ല കാണാനുണ്ട് ആ ഭാഗത്ത് അല്ലെ? താക്കിഞ്ഞ മതി. അപ്പൊ പിന്നെ നമുക്ക് ഒരു ചങ്ങായി കൂടി വരുന്നില്ല അവിടെ, മറ്റേ ഒരു ചങ്ങായി ഞങ്ങൾക്ക് അവിടെ കിട്ടിനെ അവിടെ കാണിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പൊ ഏതായാലും പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുന്നത്. അപ്പോൾ വീടെല്ലാം കാണ്. പിന്നെ ഇയാളെ ഞാൻ എന്റെ ചാനലെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിന്. ആ ക്യാമറ ഓൺ ആക്കുന്നതിനായിട്ട് മുന്നേ സബ്സ്ക്രൈബെല്ലാം ചെയ്ത് കൊടുത്തിന് ആള് പറഞ്ഞിട്ട് അല്ലെ? വീടെല്ലാം കാണ്. അതിൽ വരും എല്ലാം വരും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ ഞാൻ മുണ്ടുന്നത് കാര്യങ്ങൾ നിങ്ങളെ വീടിന്റെ ഇതെല്ലാം കാണും. നിങ്ങൾ പേര് പറഞ്ഞ്? അമീദ്. അപ്പൊ വരുന്ന അമീദ് ചപ്പോ അല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് അലൈക്കും അസ്സലാം അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കിട്ട് വരും. ഏടെ അതെ എടുക്ക. ഇതപ്പോ ഇവിടെ ഈ ഏത് ഭാഗത്ത് പള്ളിയിലെ ആ ഭാഗത്തല്ല? അപ്പൊ ഇവിടെ ചെറിയൊരു പിന്നെ നേർച്ച ഡപ്പിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. കാരണം പിന്നെ നല്ലൊരു മൈതാനം. അപ്പൊ വരുന്ന ചവാ ഞാൻ അപ്പൊ ഇതാ പിന്നെ വേസ്റ്റ് ഇടുന്ന ഇത് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ക്ലീൻ ഉണ്ട്. നല്ലൊരു മൈതാനാണ് ഇത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സ്പോട്ടിലേക്ക് ഞാൻ പിന്നെ കരീം ചാവും എൻ്റെ കൂടെ പറഞ്ഞില്ലേ, കരീം ചാവ് വന്നിട്ടുണ്ട് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളെ പോരെ ഇപ്പൊ അവിടുന്ന് പിന്നെ എൻ്റെ ഒക്കെ കയറിയില്ലേ അവിടെ തന്നെ അയാളെ പോരെ പുരക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിനാള്. പിന്നെ ഇപ്പൊ നമുക്ക് പുരക്ക് ഇപ്പൊ പോയെങ്കിൽ ഇപ്പൊ നല്ലൊരു സ്പോട്ട് നോക്കണമല്ലോ. അപ്പൊ ഇയാള് പറയുന്നത് ഈ ഭാഗത്ത് പുലി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയില്ല എന്തെന്ന്. അപ്പൊ ഇയാൾ അങ്ങനെ ചെറിയൊരു ഡൗട്ട് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇതാ ഉള്ളി നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം. കരീം വാ വരെ അങ്ങോട്ട് നോക്കിയിട്ട് വരല്ലോ അങ്ങനത്തെ അവസ്ഥ. ഫുള്ള് പാറയും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല പാങ്ങുണ്ട്, നല്ലൊരു മജയുണ്ട്. ഈ കരിംചാന്ന് പറഞ്ഞ ഇയാളെ ഞാനിപ്പോ കണ്ടിട്ട് ഇയാളെ ഫ്രീ ആയിട്ട് ഉണ്ടായിന്. ഇപ്പൊ പണി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെ കൊണ്ടാന്ന് ഇപ്പൊ ഇയാള് ഒക്കെ വന്ന്. ഇത് കൊറേ ഏക്കർ ഉണ്ടാന്നല്ലേ കൊട്ടപ്പാറ? ഈ അതന്നെ അത്ര ഇടന്ന് സ്ഥലം ആയിരിക്കും വേണ്ടെന്ന് ഇയാള് പറയുന്നത്. എന്തില്ലെങ്കില് പിന്നെ വരാനും കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങള്. ബസ്സിന്റെ സൗകര്യം കുറവല്ലോ ഇവിടെ? ഒരു ബസ് ഉണ്ട് അല്ലേ? അത് ശരി. അത് ശരി. പിന്നെ അതന്നെ അതെ അതെ. നിങ്ങൾ ഒരു കുടുങ്ങിയ വല ഇട്ടിട്ടുണ്ടോ അല്ലേ? പെരളത്തല്ലേ? ഇതിന് നല്ല മരം കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതാ ഇങ്ങനെ ഫുള്ള് എടുത്ത കാഴ്ച. നമ്മളെ വണ്ടി അത് എത്ര ദൂരത്തുണ്ട് നോക്കിയുടെ.
ഫുള്ളൊരു മൈതാനം, കാണാൻ ഭയങ്കര രസമുണ്ട് അല്ലേ? നല്ലൊരു എത്രയോ വലിയ വിശാലമായിട്ടുള്ള ഒരു ഇതിന് ഇപ്പൊ ഇത് ഏക്കർ പറഞ്ഞെങ്കിൽ അതിന്റെ അപ്പുറം ഉണ്ടാവും. പക്ഷെ അതന്നെ ഈ വരാനുള്ള സൗകര്യം ഇല്ലാതിരിക്കുമ്പോ ഉണ്ടല്ലോ, ഈ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോ ഇന്നത്തെ കാലത്തിൽ പിന്നെ നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എത്രയോ കിലോമീറ്റർ നടന്നിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പൊ ആരും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ പരന്റെ ഉള്ളിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് നല്ലത് അല്ലേ? അങ്ങനത്തെ പിന്നെ ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത്യാവശ്യം അങ്ങനെ നടന്നിട്ട് വരുന്നതല്ലാണ്ട് പണ്ടത്തെ ആളെ പോലെ നടക്കില്ലായിരുന്നു. അപ്പൊ ഏതായാലും ഞമ്മക്ക് ഇവിടെ നല്ലൊരു തണുപ്പും കാറ്റും നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഭാഗത്ത് ഈ പാറയുണ്ട്, അതായത് പാറല്ല നല്ല ഈ പാറയിൽ തന്നെ ടെൻ്റ് ഇട്ടല്ല നല്ല രസമുണ്ടാവും. ഏതായാലും ഇവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, സാധനം എടുത്തിട്ട് വരുന്ന നോക്കുന്നത്. വരുമ്പോഴൊക്കെ പാറല്ലേ, അപ്പോൾ ടെൻ്റ് ഇത് എടുത്തിട്ട് വരുന്നത് വന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഒരു ചായ എല്ലാക്കിയിട്ട് കുടിക്കാം, കുറച്ച് കഥകളെല്ലാം പറഞ്ഞിട്ട് നോക്കാം. നമുക്ക് വന്നതിന് ഏതായാലും നമുക്ക് നിൽക്കാം. പുലി ഉണ്ടോ എന്തെന്ന് അറിയില്ല. അപ്പം ഇയാൾ ചെറിയൊരു ഡൗട്ടായിട്ട് പറഞ്ഞു, പക്ഷെ കാണുമ്പോൾ അങ്ങനത്തെ തോന്നുന്നുണ്ട്. നമ്മൾ ബാഗ് എടുത്തിട്ട് പോകാത്ത സ്ഥലം മോശമല്ലേ? ഇപ്പൊ പിന്നെ വെയിലുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും നോക്കണം. ടെന്റ് ഇപ്പോൾ ഈടെ സെറ്റ് ചെയ്യുന്നു, ഈടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ എവിടെയും കാണുന്നില്ല. ഇതിന് നല്ലൊരു വിശാലമായ കുറച്ചും കഴിയുമ്പോൾ നോക്കാം അടുത്ത വീശും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ടെന്റ് സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മളെ ടെന്റെല്ലാം ഇപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടെന്റ് എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ടെന്റ് ഇട്ട സ്ഥലത്ത് നോക്കിയാ നല്ലൊരു മയിലിന്റെ ഒരു പീലി കിട്ടിയതാ. അയ്യോ അടിപൊളിയല്ലോ. ഇതാ കാണാൻ പറ്റുന്നുണ്ടാ? ഇതിവിടെ ഇങ്ങനെ അത് പീലി കൊഴിച്ചിട്ട് പോയിന്നത്. ശരിക്കറിഞ്ഞെങ്കില് മറ്റേ ഇവരെല്ലാം കണ്ടെങ്കിൽ ഇതിൽ വെക്കൂ. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലെങ്കില് അവിടെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ല? നല്ല ഉണ്ടോ ഇവിടെ? അല്ല അത് ഇത് കാണുമ്പോ അറിയുന്നു, അന്തരീക്ഷം കാണുമ്പോ അറിയുന്നുണ്ട്. ഒരുപാട് വലിയ ഏക്കർ സ്ഥലവും കാര്യങ്ങളും പാറെല്ലാം ഉണ്ടാകുമ്പല്ലേ. പക്ഷെ എനിക്ക് ഇത് കിട്ടി നല്ല രസമായി. അയ്യോ അടിപൊളിയാണ് കേട്ടാ. എന്തോ ഒരു സ്റ്റൈലല്ലേ, നേരെ കിട്ടുന്നുണ്ട്. പിന്നെ അതാ തത്തല്ല രോഗമുണ്ട്, തത്തല്ലതാ ചിലി 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 ഇതിലിതാ മാറിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൂര്യന് കണ്ടില്ലേ അസ്തമിക്കാനായിക്കൊണ്ട് വരാനായിട്ടുണ്ട്. ആ മരത്തിന്റെ ഇടയിലെ കൂടിയിട്ട് ആ മൂപ്പറ ആ കൊതിച്ചിട്ടുണ്ടായ ആ പ്രകാശം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. നല്ലൊരു പ്ലേസ് ആണ്, എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പക്ഷെ എന്താ പറയുക, നൈറ്റ് ഇപ്പൊ നമുക്ക് സ്റ്റേ ചെയ്യണം ഇവിടെ. അതുപോലെ ഒരുപാട് പക്ഷികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഏതായാലും ഞമ്മ ഒരു ചായ എല്ലാം വെച്ച് കുടിക്കാം. ഇപ്പൊ കുറെ സമയമായില്ല ഇപ്പൊ വന്നിട്ട്.
ഓക്കെ. പിന്നീട് വലിയൊരു പാറ മൈതാനായതുകൊണ്ട് വേണ്ടത്ര ബെറ് കാര്യങ്ങളെല്ലാം ഉണക്ക് നല്ല ബെറെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കല്ലും കിട്ടി, പണ്ടത്തെ ഇഷ്ടം പോലെ കല്ലുണ്ട്. അപ്പോൾ കല്ല് ഞാൻ സെറ്റ് ചെയ്തിട്ട് അടുപ്പ് കൂട്ടിയിട്ട് നമുക്കൊരു ചായ എല്ലാം വെക്കാം. കത്തി കിട്ടിയെങ്കിലെല്ലാം സെറ്റാവും. ചെറുങ്ങനെ കത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി വിറകിലമ്മ കത്തിക്കുന്നതിന് നല്ല കാരമുണ്ട്, പെട്ടെന്ന് ചായ എല്ലാം തിളക്കും ചെയ്യുമല്ലോ. നോക്കട്ടെ ഏതായാലും. അയ്യവ അങ്ങനെ നമ്മളെ നല്ല പങ്ങനെ അടുപ്പ് കത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടുണ്ടാട്ടോ. വെള്ളം ഫാസ്റ്റായിട്ട് തിളച്ചിടും. അതിന് ചായപ്പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം, പഞ്ചസാരല്ല. അങ്ങനെ കുറച്ച് ചായപ്പൊടി ഇട്ട് ഞാൻ എങ്ങനെ ആയി നോക്കിയാൽ തിളച്ചിട്ട് കണ്ട എന്ത് ഫാസ്റ്റായിട്ട് തിളക്കുന്നത്. പഞ്ചസാര ഇട്ട് ഓക്കെ സെറ്റായി. 2 സ്പൂൺ പഞ്ചസാര ഇട്ട്. ആരും ഈ ഭാഗത്ത് വരുന്നെങ്കിൽ ക്യാമ്പ് ചെയ്യുന്നെങ്കിൽ ടെൻ്റ് ഇട്ടിട്ട് ക്യാമ്പ് ചെയ്യുന്നെങ്കിൽ എന്താക്കണം അറിയാം. പിന്നെ അത് പിന്നെ ഈ നമ്മൾ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിച്ചിട്ട് കത്തിക്കണം. പിന്നെ പുല്ല് കാര്യങ്ങളെല്ലാം അതെ, പുല്ല് കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇതെല്ലാം ഒന്ന് അണച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് അണച്ചിട്ട് പോകണം അല്ലേ, കത്തിപ്പോണ്ട. അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. അതല്ല ഞാനെല്ലാം നല്ല കെയർ ആയിട്ട് തന്നെ ഇതാക്കും. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമെല്ലാം കൂട്ടിയിട്ട് തീയെല്ലാം അണച്ചിട്ട് ഞാൻ ഇതാക്കുള്ളൂ അല്ലേ. ചില ആൾക്ക് അറിയാത്ത ആൾ എന്തെല്ലാം ആക്കിയിട്ട് പോരും. സൂക്ഷിച്ചാൽ നമുക്ക് നല്ല, നമ്മളെ പ്രകൃതി നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും വേസ്റ്റ് ഇടുന്നത് പിന്നെ മറ്റുള്ള ആൾക്കുള്ളൊരു ദ്രോഹങ്ങളോ കാര്യങ്ങളോ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എപ്പോഴും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പോട്ട് തന്നെ നിങ്ങൾ ആര് ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം എല്ലാം ഇല്ലെങ്കിൽ ഭയങ്കര പിന്നെ ഈ ചൂട്ടിൻ്റെ സമയം പെട്ടെന്ന് തീയെല്ലാം ഫെയറാകുന്ന സമയം അല്ലേ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ ചാനൽ വെച്ച് പിടിച്ചിട്ട് എല്ലാം ഹാപ്പിയിലുണ്ട്. നോക്കട്ടെ വൈ എന്തെങ്കിലും ഒരു കുക്കിംഗ് ആക്കാം. അപ്പോൾ നൈറ്റിയുടെ പറ്റിങ്കിലിടെ ഞാൻ സ്റ്റേ ചെയ്തിട്ട് ഇയാൾ പറയുന്നത് എന്തില്ലെങ്കിൽ പുലിനെ കണ്ടിന് പറഞ്ഞു. പിന്നെ എനിക്കറിയില്ല എന്ത് കാര്യം. അപ്പോൾ കഴിച്ചാൽ നമ്മളതാ പിന്നെ സൂര്യന് താണിട്ട് പോകുന്നതിൻ്റെ ഫീല് നോക്കിയാൽ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഞാൻ കുറച്ച് സൂം ഇട്ടിട്ട് എടുത്തതിനോണ്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും, പക്ഷെ അത് താണിട്ട് പോകുന്നതിൻ്റെ നല്ല ചോപ്പായിട്ട് ഡയറക്റ്റ് കാണാൻ എന്തോ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ ചായ എല്ലാം വെച്ചിട്ട് കുടിച്ച് നമ്മളെ നിങ്ങളെ പേര് പറഞ്ഞ അബ്ദുൽ കരീം നല്ല അതെ അതെ താങ്ക് യു ചായ കുടിച്ചു. നല്ല സ്ഥലത്തേക്ക് എത്തിയത്, നല്ല സ്ഥലത്തെത്തി. പുത്രകള എന്ന് പറയുന്ന സ്ഥലമാണ്. പുത്രകള എന്ന് പറഞ്ഞ സ്ഥലം ഒരു വലിയ ആൾക്കാരില്ലാതെ നല്ലൊരു പ്രദേശമാണ്. ആൾക്കാർ കുറവാണ് മാത്രമല്ലാതെ നല്ലൊരു ഇതാണ്. എല്ലാവരും ഒരു ഇതാക്കുന്ന സ്ഥലമാണ്. ഒരു ഇതാക്കിട്ട് ഫോട്ടോ എടുക്കുന്ന, അതെ കല്യാണത്തിന്റെ പ്രൂഫായിട്ട് ഇങ്ങനെ വരുന്ന ഒന്നിച്ചിട്ട് ഇങ്ങനെ നല്ല അതിന്റെ സ്ഥലമാണ്. ആർക്കും വേണ്ടെങ്കിൽ ഞായറാഴ്ച അധികം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഞായറാഴ്ച കുറെ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാർ ഇങ്ങോട്ട് വണ്ടിയിലെടുത്ത് വന്നിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങിൽ എടുക്കുന്ന കുറെ പക്ഷെ കണ്ടു. ഒരുപാട് വണ്ടി വെച്ചിട്ട് ഡാൻസ് ആക്കുക, മറ്റേ എന്തെല്ലാം കാര്യത്തിൽ മദ്രസ കൊണ്ടാക്കുക. അപ്പൊ അവിടെ ഞാൻ ചോദിച്ചു എന്ത് കല്യാണത്തിന് നാലമ്പള്ളി കല്യാണമാണ്, വീടിന് ഷൂട്ടിംഗ് എടുത്തിങ്ങനെ പോലെ അങ്ങനെ നമുക്ക് ബി സി റോഡ് വണ്ടിയാണ്. ബി സി റോഡ് കർണാടക, നമ്മളെ കാസർഗോഡ് ഭാഗത്തും ബി സി റോഡ് ഉണ്ട്. കർണാടക ബൺടോൾ അങ്ങോട്ടാണ്. ഓരോന്നും സെറ്റായിട്ട് വന്നതാണ്. അവിടെ ഫാമിലി അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഇവിടെ ഓരോരുത്തർ ക്യാമറമാനായിട്ട് എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ എന്നോട് കുറെ സംസാരിച്ചു, നിങ്ങളുടെ സ്ഥലമായിട്ട് ഞാൻ പറഞ്ഞു സ്ഥലം പറഞ്ഞു. ഞാൻ ഗൂഗിളിലാക്കി പുത്രമാകുന്ന സ്ഥലം പരിചയപ്പെട്ട് കല്യാണത്തിന് ഞാൻ സ്റ്റേഡ് ചെയ്യാം ഡ്യൂട്ടിന്റെ പറഞ്ഞു. ശരി. പിന്നെ ഇത് പറഞ്ഞ പോലെ മൂപ്പർക്ക് ഒരു ഗവൺമെന്റ് ജോബും കൂടി ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് കൂടി ആളോട് തന്നെ ചോദിക്കാം അല്ലെ.
എന്ത് നിങ്ങൾ ജോബ് എന്ത്? ഞാൻ ഇത് ഹെൽത്തിൽ ഇത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്തിൽ ഇത് വാച്ച്മാൻ ആയിട്ടുണ്ട് സ്റ്റാഫ് ചെയ്തത്. ശരി. എവിടെ? കാസർഗോഡ് തന്നെയാ? കാസർഗോഡ് ഗവൺമെന്റ് ജില്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇപ്പൊ നിങ്ങൾ എത്ര കുറെ 6 മാസമേ ഉള്ളൂ. 6 മാസമായി. ഇത് പെർമനന്റ് പോസ്റ്റ് ടെമ്പററിയാ? പെർമനന്റ് പോസ്റ്റാണ്. അപ്പൊ സാലറി എല്ലാം ഉണ്ടാവില്ല അത്യാവശ്യം? അതെ 20-25 സാലറി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുഴപ്പമില്ല. ഡ്യൂട്ടി ടൈം എല്ലാം കുഴപ്പമില്ല. 6 മണിക്കൂർ ദിവസം 6 മണിക്കൂർ ഡ്യൂട്ടിയാണ്. പിന്നെ വീട്ടിലേക്ക് എത്താം. നല്ലൊരു ജോലിയാണ്. നല്ല ജോലി അല്ലേ? നല്ല ജോലിയാണ്. മുമ്പ് പ്രാർത്ഥിച്ചാൽ കിട്ടിയതാണ്. ശരി. നല്ല ഇതായിട്ട് കിട്ടിയതാണ്. അപ്പൊ നിങ്ങളെ ക്വാളിഫിക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസം? +2 പഠിച്ചത് വിജ്ഞാനങ്ങൾ പഠിച്ചതാണ്. അപ്പൊ പിന്നെ വിളിക്കും കുറച്ച് ലേറ്റായി പോയി. പണി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ്. അപ്പൊ എഴുതിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് PSC എല്ലാം. പിന്നെ കുറെ ആളിങ്ങനെ കളക്ടറായിട്ട് പോയിട്ട് കുറെ ഇതെല്ലാം ഇതിനെ കുറിച്ചാണ് വയ്യാതെ കിട്ടിയത്. അതിൽ പോയ കാര്യം സ്ഥലം നേരായിട്ടുണ്ട്. ആ ദിവസം നല്ലൊരു ദിവസം ആ പണി സ്ഥിരമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോട്ട്. ഏതായാലും പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രായം കാര്യമില്ല, അതാണ് നല്ലത്. മുമ്പ് നിങ്ങൾ എന്ത് ഫീൽഡിൽ ബാല്യത്തില്? ഞാൻ ബാല്യത്തില് ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഓട്ടോ ഓടിക്കും? എവിടെ? കാസർഗോഡ് തന്നെയാ? കാസർഗോഡ്. പിന്നെ പണിക്കെല്ലാം പോകും. അധികം കൂലി പണിക്ക് അധികം പോലാണ്. ശരി. തോട്ടത്തിന്റെ അടുക്ക പറക്കല, അടുക്ക വലിക്കല, എന്തെങ്കിലും ഇങ്ങനെ വളത്തിന്റെ പണിയാ അങ്ങനെ കിട്ടിയ പണിക്കെല്ലാം പോയിക്കൊണ്ടേ. ലാസ്റ്റ് നല്ലൊരു പണിയാണ് വിടുന്നത്. ലാസ്റ്റ് കിട്ടിയതാണ്. 46 വയസ്സായി. ആ നല്ലൊരു പണി കിട്ടിയതാണ്. അള്ളാഹോട് സ്തുതിക്കുന്നു. നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ട്. ഇന്നിപ്പോ ലീവ് ആയിട്ടുണ്ട്. നാളെ പോകും. അപ്പൊ ഇയാൾക്ക് ഒരു കിട്ടുന്ന ചാൻസിൽ ഇയാൾക്ക് ആള് കിട്ടിയത്. ഞാൻ എനിക്ക് ഇതിന്റെ ഒരു ഐഡിയ അറിഞ്ഞില്ലത്. ഞാൻ കൊറേ ഇയാളൊക്കെ കൂടിയിട്ടായി. ആൾ വേണമെങ്കിൽ അതിന് കൊടുക്കാതെ. അതുകൊണ്ട് നല്ലൊരു ഇതാണ് ഇവിടെ. ഇപ്പൊ ഈ ഏരിയ നല്ലൊരു ഏരിയ ആണ് പറയുന്നത്. ആൾക്കാരില്ലെങ്കിലും നമ്മൾ നല്ല ചുറ്റുപാട് ഉദ്ദേശം എല്ലാം ഇതാണ്. നല്ല വിശാലമായ പ്രദേശമായിട്ട് എത്ര വലിയ ഭയങ്കര വിശാലമായ സ്ഥലം കിട്ടും. അങ്ങോട്ട് പോയാലും പള്ളിന്റെ പണി നടക്കുന്നുണ്ട്. പള്ളിയിലെ മദ്രസിന്റെ കാര്യമെല്ലാം നടക്കുന്നുണ്ട്. അവിടെ വലിയ പിള്ളേർ 10 പിള്ളേർ പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേറെ മനസ്സത്തുള്ളത് കൊണ്ട് ഇയാള് കൂടെ ഒന്നിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് വീട്ടില് ഫ്രീ ആയതുകൊണ്ട് ഒന്നിച്ച് വിളിക്കാം. അങ്ങനെ വിളിച്ചത് ഒന്നിച്ചിട്ട് കൂടെ വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? സ്ഥലത്ത് ഞാൻ ഇപ്പൊ ഉള്ളത് പുത്രളാന്ന് പറഞ്ഞ സ്ഥലത്ത്. അതാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മിപ്പോ ആരെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മ മനുഷ്യന്മാരെ ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് ആകുമ്പോ നമുക്ക് മനുഷ്യനോട് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റും. ഏതായാലും മുമ്പോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആ ജോബും പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കേ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നല്ല, ആ ഭാഗത്തുണ്ടല്ലോ കൊറേ ആള് വന്നിട്ട് അതവിടെ ആ പാറപ്പുറത്തെല്ലാം കയറിയിട്ട് വരുന്നല്ലേ കൊറേ. പിന്നെ ലേഡീസും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഫോട്ടോസ് എടുക്കാനാ ഷൂട്ടിങ്ങിനാ ഉണ്ടെന്നല്ലേ? ഏകദേശം ഉണ്ടെന്നുണ്ട്. എല്ലാവരും ഉണ്ടാവും അല്ല? ഫുള്ള് എല്ലാവരും. അതെ. ഇപ്പൊ ഞാൻ ടെന്റ് സെറ്റ് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. നല്ലൊരു പ്ലേസ് ആണ്. ഏകദേശം 6 മണി കഴിഞ്ഞ് 7 മണിന്റെ അടുത്തോളം എത്തിയതാ. ഏകദേശം ഇരുട്ടെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങിയല്ലേ ചെറുങ്ങനെ? എന്താ 2 ബൈക്ക് പോകുന്നുണ്ട് ഞങ്ങയിലോടിട്ട്. അതിൽ ചെറിയൊരു വഴി ഉണ്ട്. അത് എടുത്ത് അവിടെ ഉണ്ടോ? ഓ, ആ ഭാഗത്ത് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കിട്ടില്ല. അവിടെ കളിക്കാറുണ്ടോ? അതെ, ആൾക്കാരാണത്. പക്ഷെ നമുക്ക് ഈ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. ആൾക്കാരനെ കാണുന്നുണ്ട്. അതെ അതെ അതെ. എന്തോ കളിയുണ്ട്. എന്തോ ഇതിപ്പോ പോയ 2 വണ്ടിയാണ്. ഇപ്പൊ ഒരു എത്ര രാത്രിയാണ് ആൾക്കാർ രാത്രി വരുമ്പോ. അതെ അതെ. ഇരുട്ടായിക്കൊണ്ട് വന്നതാ. ഇപ്പൊ ടെന്റിൽ ഞാൻ ലൈറ്റെല്ലാം കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പയ്യെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാം. പിന്നെ ഇയാളിപ്പോ നമ്മളെ കൂടെ നിൽക്കില്ല എന്തായാലും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടാക്കാവാ. ഞാൻ അവിടെ വിട്ടിട്ട് തരാം. അപ്പൊ അയാളൊന്ന് ഇപ്പൊ ഏതായാലും അയാളെ കയറ്റിയെടുത്തിന് ഒന്ന് ഡ്രോപ്പ് ആക്കിയിട്ട് വരാം. അത്ര തന്നെ ഒരു 10 മിനിറ്റിന്റെ വഴി ഉണ്ടാവല്ലേ? 10 മിനിറ്റ് വഴി ഉണ്ട്. അപ്പൊ നമ്മളെ ഇറക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരും. വന്നിട്ട് ഞാനിപ്പോ ഇടാനായിട്ട് സ്റ്റേ ചെയ്യുന്ന ഞാൻ ഒറ്റക്ക് തന്നെ. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെറുങ്ങനെ എന്തെങ്കിലും ഒരു കുക്കിംഗ് എല്ലാം ആക്കിയിട്ട്
ചെറിയൊരു ലഘുവശം എന്തെങ്കിലും ആക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഉള്ളത്. പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിക്കനായിട്ട് മേടിക്കായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ നമുക്ക് പിന്നെ അപ്പോൾ പിന്നെ ഞാൻ അയാളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടില്ലേ. പിന്നെ അയാൾ ഈ പുലിയുണ്ടെന്ന് പറഞ്ഞതിനോണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഏതായാലും അപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ഫുഡൊന്നും ആക്കാൻ നിൽക്കുന്നില്ല ഞാൻ. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ നൈറ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലത്തെ എന്തെങ്കിലും കാഴ്ച എന്ത് വലിയ കാഴ്ചകളൊന്നും കാണുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടില്ല. അതിനെ കാറ്റെല്ലാം ഉണ്ട്. കണ്ടാ ഈ മഴ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. നമ്മളെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, മൈ ട്രാവൽ ക്യാമ്പിംഗ് എന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. മറക്കാണ്ട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ലൈക്കുകളെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറേ ഇടന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഗുഡ് നൈറ്റ്.